അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ പൊന്നാനിയിലേക്ക് വന്നതാണ്. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറഞ്ഞ ചിലവ് കൊണ്ട് എങ്ങനെ നല്ലൊരു യാത്ര ചെയ്യുക എന്നുള്ള അന്തിമ തീരുമാനത്തിൽ അവസാനം പൊന്നാനിയിലെത്തി, ഹാർബറിലെത്തി. അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഒരു ബോട്ടുണ്ട് പടിഞ്ഞാറേക്കരയിലേക്ക്. വെറും ഒരാൾക്ക് 20 രൂപയാണ്. അതിൽ കയറി ബോട്ട് യാത്ര, കടലൊക്കെ കണ്ട് തൊട്ടപ്പുറത്തുള്ള കായലും അതുപോലെ തന്നെ അടിമുഖവും അതുപോലെ തന്നെ ബോട്ടൊക്കെ ഉണ്ട്. നല്ല സുന്ദരമായ യാത്ര പടിഞ്ഞാറേക്കരയിലേക്ക് വെറും 20 രൂപക്കാണ്. അപ്പോൾ നമ്മൾ വാഹനം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ബോട്ടിലേക്ക് കയറി അങ്ങോട്ട് പോകും. പടിഞ്ഞാറേക്കര അവിടെ ബീച്ചുണ്ട്. ആ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് എന്തോ ഉണ്ട്, ചെറിയ പൈസ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഏതാണെങ്കിലും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. മുഞ്ചുതികഞ്ഞൊരു പുണ്യ ശരീരം, നെഞ്ചു വിടർന്നൊരു മോഹന താരം, പുഞ്ചിരി തൂകുകിലെന്തലങ്കാരം. മുഞ്ചുതികഞ്ഞൊരു പുണ്യ ശരീരം, നെഞ്ചു വിടർന്നൊരു മോഹന താരം, പുഞ്ചിരി തൂകുകിലെന്തലങ്കാരം. അലങ്കാര നൂറ് മുഹമ്മദ് പത്തരമാറ്റിലുമുത്തമമേനി, മൗലാന മൗലൽ ആലമി സയ്യിദ് അദ്നാനി. മുഞ്ചുതികഞ്ഞൊരു പുണ്യ ശരീരം, നെഞ്ചു വിടർന്നൊരു മോഹന താരം, പുഞ്ചിരി തൂകുകിലെന്തലങ്കാരം. മുഞ്ചുതികഞ്ഞൊരു പുണ്യ ശരീരം, നെഞ്ചു വിടർന്നൊരു മോഹന താരം, പുഞ്ചിരി തൂകുകിലെന്തലങ്കാരം. അലങ്കാര നൂറ് മുഹമ്മദ് പത്തരമാറ്റിലുമുത്തമമേനി, മൗലാന മൗലൽ ആലമി സയ്യിദ് അദ്നാനി. അവിടെ നിന്ന് ബോട്ട് ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറേക്കര അവിടെ എത്തും. ഇവിടെയുള്ളൊരു ഹോട്ടലാണ് പടിഞ്ഞാറേക്കര അഴിമുഖം, ഇതിൻ്റെ പേരാണ്. ഇതാണ് ഇവിടുത്തെ ബീച്ച്. ഇങ്ങോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. മാഷാ അല്ലാഹ് പടിഞ്ഞാറേക്കര കുഴപ്പമൊന്നും കിട്ടാം. ആളുകൾക്ക് ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യാം, അവിടെ ഇരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതൊക്കെ എടുക്കുക. ഐസ്ക്രീം ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ചായ, കടി, എല്ലാ സംവിധാനങ്ങളും ഉള്ളിലുണ്ട്. കണ്ടില്ലേ നിങ്ങളുടെ ബാക്ക് ഭാഗത്ത് ബീച്ച്, അതുപോലെ തന്നെ കാറ്റാടി മരങ്ങളൊക്കെ. അൽഹംദുലില്ലാഹ് ഞങ്ങൾ പടിഞ്ഞാറേക്കരയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 20 രൂപ ബോട്ടിന് ഓരോരുത്തർ കൊടുത്തിട്ട് ഇവിടെ എത്തി. നല്ല അടിപൊളി വൈബ് യാത്ര അല്ലേ? മാഷാ അല്ലാഹ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഫാമിലിനായിട്ടൊക്കെ ചില വരാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു യാത്ര ചെയ്യുക. അഥവാ കടൽ കാണാം, ബോട്ടിൽ കയറാം, ബീച്ച് കാണാം, അവിടെ ചെന്നിരിക്കുക, ചെറിയ ചെറിയ മിഠായികളൊക്കെ മേടിച്ച് വേണമെങ്കിൽ ഇതൊന്നൊക്കെ ചെയ്യാം. ചുരുങ്ങിയ ചെലവിലാണ്. ഏതാണെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. പിന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇസ്ലാമിക് വേഷവിധാനങ്ങളൊക്കെ നിർബന്ധമായിട്ടാണ് വേറെ വിഷയം. ഓക്കെ, അസ്സലാമു അലൈക്കും.